എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ നെക്സ്റ്റ് ചാപ്റ്റർ, അതായത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് സർക്കിൾസ്, അതായത് വൃത്തങ്ങൾ അല്ലെ. ഈ ചാപ്റ്ററിലെ SSLC എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന എന്താ പറയാ മെയിൻ കൺസെപ്റ്റുകൾ, ആ ചാപ്റ്ററിന്റെ പ്രധാന ആശയങ്ങളും അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസും അതിന്റെ കൺസ്ട്രക്ഷൻസ് ഉണ്ട്, അതും ഒക്കെ ഞാൻ ചെയ്തുതരാം. അപ്പൊ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കാം. ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്താ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ അല്ലെ. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ, ആ ആശയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആദ്യത്തെ പ്രോബ്ലംസ് കിടക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാ വർഷവും 2 മാർക്കിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം തന്നെയാണ് വരിക. അപ്പൊ അതാണ് ഏറ്റവും മുകളിൽ വരച്ചുള്ള 3 പ്രോബ്ലംസ്. ശ്രദ്ധിക്കും. മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എന്താ? സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡയാമീറ്റർ അല്ലെ, ഒരു വര എന്തായിട്ട് വരണം? ഡയാമീറ്റർ വ്യാസമായിട്ട് വരണം. ഒരു സർക്കിളില് ഒരു ഡയാമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുക. എവിടെ തട്ടണം? അത് സർക്കിളിന്റെ മുകളിൽ ടച്ച് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ആംഗിൾ ആണ് റൈറ്റ് ആംഗിൾ, അതായത് മട്ടകോൺ. ഒരു അർദ്ധവൃത്തത്തില് ഉണ്ടാക്കുന്ന ആംഗിൾസ് ഒക്കെ, അതായത് ആംഗിളിന്റെ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി. അപ്പൊ ഇത് സർക്കിളിലെ പോയിന്റ് ആയതുകൊണ്ട് 90 ആണെന്ന് ഉറപ്പിച്ചു. ഇനി സർക്കിളിന്റെ ഉള്ളിൽ ടച്ച് ചെയ്യാം, സർക്കിളിന്റെ പുറമേ ടച്ച് ചെയ്യാലോ. സർക്കിളിന്റെ ഉള്ളിൽ ടച്ച് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ? ഈ ആംഗിളിനേക്കാൾ എന്തായാലും കൂടും, ഉറപ്പല്ലേ? വിരിവിലെ ആംഗിളിന്റെ വിരിവ് കൂടുതലാണ്. അപ്പൊ ഇത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും, 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെയാണ് വൃത്തത്തിന്റെ പുറമെയുള്ളതോ ഇതിനേക്കാൾ ഒന്നും കൂടി കൂടിയിട്ടാണ് വരുന്നത്. സോ ദിസ് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. 3 പോയിന്റ് ആണ് പഠിക്കേണ്ടത്. വൃത്തത്തിലെ പോയിന്റ് ആണെങ്കിൽ 90 90 ഡിഗ്രി, വൃത്തത്തിനകത്താണെങ്കിൽ 90നേക്കാൾ കൂടുതൽ മോർ ദാൻ 90, വൃത്തത്തിന് ഔട്ട്സൈഡ് ആണെങ്കിൽ ലെസ് ദാൻ 90, 90ൽ കുറവ്. അപ്പൊ ഈ കൺസെപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പോയിന്റുകളൊക്കെ എവിടെയാണെന്ന് പറയാലോ, സർക്കിൾ ഒന്നും വരയ്ക്കാതെ തന്നെ. ഓക്കെ, ഈ സി എന്ന പോയിന്റ് എവിടെയായിരിക്കും? സി ഓൺ ദി സർക്കിൾ അല്ലെ, ഓൺ ദി സർക്കിൾ. കാരണം എന്താ? 90 ഡിഗ്രിയാണ്, അതായത് വൃത്തത്തിലെ പോയിന്റ് ആയിരിക്കും. 73 73 എന്താ? ഔട്ട്സൈഡ് ദി സർക്കിൾ അല്ലെ. അപ്പൊ ഡി എന്നുള്ളത് യെസ് ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും, വൃത്തത്തിന് പുറമേ ആയിരിക്കും. ആൻഡ് ഈ 100 ഡിഗ്രിയാണ്, 100 എന്ന് പറയുമ്പോൾ 90നേക്കാൾ കൂടുതലാണ്. അപ്പോ അവിടെ ഇൻസൈഡ് ദി സർക്കിൾ, സർക്കിൾ ഉള്ളിലായിരിക്കും, ഇൻസൈഡ് ദി സർക്കിൾ, അതായത് വൃത്തത്തിനകത്ത് ഇത് വൃത്തത്തിൽ, ഇതോ വൃത്തത്തിന് പുറമേ, പുറത്ത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് 2 മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അടുത്ത നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് അറിയോ? ഈ ആംഗിളും ഈ ആംഗിളും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. ആംഗിൾ ACB എന്ന് പറയുന്നത് ആംഗിൾ ADB യുടെ ഡബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾസ് എത്ര വീതമായിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. എനിക്ക് വളരെ ഈസി ആയിട്ട് പറയാം. ഇതെന്താണ്? ഓൺ ദി സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഇത് 90 ഡിഗ്രിയാണ്, യാതൊരു മാറ്റമില്ല അല്ലെ. ആംഗിളിന്റെ സെമി സർക്കിൾ റൈറ്റ് ആംഗിൾ 90. ഇനി ഇതിന്റെ ഡബിൾ ആണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഡബിൾ ആവണമെങ്കിൽ എത്രയായേ പറ്റൂ? യെസ്, എത്രയാ? 45, 45 അല്ലെ. 45ന്റെ ഡബിൾ ഇരട്ടിയാണ് 90 ഡിഗ്രി. തിരിച്ചു പറയാൻ 90യുടെ ഹാഫ് ആണ് 45. അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന്റെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത ടോപ്പിക് അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രൽ ആംഗിൾ എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് പറയുന്നത് അല്ലെ. എന്താണ്? സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഹാഫ് ആണ് മുകളിലെ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഒക്കെ നിങ്ങൾ ഒരുപാട് പഠിച്ചതാണ്. അപ്പൊ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം. ഇപ്പൊ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ആംഗിൾ അല്ലെ. സോ ദിസ് 80 ഡിഗ്രി, ദിസ് ആംഗിൾ ഈസ് ഹാഫ് ഓഫ് 80, 40 ഡിഗ്രി. 80 ആണെങ്കിൽ 40, 100 ആണെങ്കിൽ 50, 120 ആണെങ്കിൽ 60. തിരിച്ചും പറയാം, ഈ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും കേന്ദ്രകോൺ അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ. ഇവിടെ നോക്കൂ, വേറെ ഇതേപോലത്തെ വേറൊക്കെ അതേ കൺസെപ്റ്റ് ആണ്. ഇത് 25 ആണ്, ഇത് 50 ആണ്. അപ്പൊ ഇത് എത്ര വരിക? ഇതും കൂടി ആഡ് ചെയ്താണ് ഇത്. നമുക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം കേട്ടോ. ഐസോസെലസ് ട്രയാംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൂവ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ജസ്റ്റ് ആൻസർ എഴുതാൻ വളരെ ഈസി ആയിട്ട് എഴുതാൻ. ഇത് 25, ഇത് 50 ആണെങ്കിൽ എത്ര വരും? 25, 25, 25, 50. അത് ഒരേപോലെ വരുന്നൊന്നുമില്ല. ഇവിടെ 30, 20 വരാം. എത്രയാണോ ആ രണ്ടിന്റെയും സമ്മാണ് മുകളിലുള്ളത് കേട്ടോ. ഇനി ഇത് 50 ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്ര വരിക? നേരത്തെ പറഞ്ഞു 40 ആണെങ്കിൽ 80. അപ്പൊ 50 ആണെങ്കിൽ ഇത് എത്ര വരും? 100 ഡിഗ്രി. ഓക്കെ, അത് കൂടാതെ ഒരു ആംഗിൾ കൂടി ഇവിടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്.
ഈ ആംഗിൾ എത്ര വരിക? യെസ്, ഓപ്പോസിറ്റ് ആർക്കുകൾ അല്ലെ, ഓപ്പോസിറ്റ് ആർക്കിലുള്ള ആംഗിൾസ് സപ്ലിമെന്ററി എന്ന് പഠിച്ചു അല്ലെ. എതിർ ചാപങ്ങളിലെ കോണുകളുടെ തുക അനുപൂരകമായിരിക്കും എന്ന് വെച്ചാൽ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര വരണം? 130, 130, 50, 180. അതിന്റെ തുക 180 ഡിഗ്രി വരുന്ന രീതിയിൽ എഴുതാം. ഇനി വീണ്ടും വേറെ നോക്കൂ, ABCDE. ഇവിടെയും സെൻട്രൽ ആംഗിൾ 140 എന്നിട്ടുണ്ട്, 140. അപ്പൊ അതിന് നേരെ ഹാഫ് ഇവിടെ എഴുതാം. 140 ആണെങ്കിൽ ഇവിടെ 70. ഇത് എഴുതുവാണെങ്കിൽ നേരെ മുകളിൽ എത്ര എഴുതും? ഇത് രണ്ടും സെയിം ആണ്. എന്താ കാരണം? ഒരേ ആർക്കിൽ വരുന്ന ആംഗിൾസ് എല്ലാം ഒരേ അളവായിരിക്കും. ആംഗിൾസിന്റെ സെയിം ആർ ഈക്വൽ. അങ്ങനെ ഒരു തീറം നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ വരും. അപ്പൊ അത് 140, ഇത് 70. ഇത് 70 ആണെങ്കിൽ നേരെ മുകളില് 110 വരണം. കാരണം 110ഉം 70ഉം ആണ് 180 അല്ലെ. ഓപ്പോസിറ്റ് ആർക്കിലുള്ള ആംഗിൾസിന്റെ സം എന്താ? സപ്ലിമെന്ററി വരണം. 110 ആണെങ്കിൽ 70, ഇവിടെ 70. അപ്പൊ ഇതും സെയിം ആയതുകൊണ്ട് ഇത് എത്ര തന്നെ വരും? 110. അപ്പൊ 110, 110, 140, 70. അപ്പൊ ഏത് ആംഗിൾസും ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. വേറെ നോക്കിക്കോളൂ. OB 30 ആണെങ്കിൽ OD എത്രയായിരിക്കും? സോറി, ലെങ്ത് അല്ല, OB ആൻഡ് OD ആർ ഈക്വൽ. എന്താ റീസൺ? ആംഗിൾ റേഡിയസിന് സെയിം സർക്കിൾ, ഒരേ വൃത്തത്തിലെ ആരങ്ങളാണ്. റേഡിയസ് ആണ് OBയും ODയും. അപ്പൊ അത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ OBD എന്ത് ട്രയാംഗിൾ ആയി? ഐസോസെലസ് ട്രയാംഗിൾ. സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? ഐസോസെലസ് ട്രയാംഗിളിന്റെ ബേസ് ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പൊ അത് 30 ആണെങ്കിൽ ഇതോ 30 ഡിഗ്രി. അത് ക്ലിയർ ആയല്ലോ. ഇനി 30, 30 കിട്ടിയാൽ ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിൾസിന്റെ സമം 180 നമുക്കറിയാം അല്ലെ. 30, 30, 60. ബാക്കി ഇത് എത്രയാ? 120, 120ഉം 60ഉം 180. സെൻട്രൽ ആംഗിൾ 120 ആണെങ്കിൽ നേരെ മുകളിൽ എന്താ വരും? അതിന്റെ ഹാഫ്. 120 ഹാഫ് 60 ഡിഗ്രി. ഇത് 60 ആണെങ്കിൽ നേരെ താഴെ നമുക്ക് കാണാം. എങ്ങനെയാ? ഓപ്പോസിറ്റ് ആർക്കിലെ സമ്മ സപ്ലിമെന്ററി ആയതുകൊണ്ട് ഇത് 60 ആണെങ്കിൽ ഇത് 120. നോക്കിയപ്പോ ഏതെങ്കിലും ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് ഈ പറഞ്ഞ ആശയങ്ങൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ സെൻട്രൽ ആംഗിൾ എന്നുള്ള കൺസെപ്റ്റ്, അതേപോലെ ഐസോസെലസ് ട്രയാംഗിൾ കൺസെപ്റ്റ്, ആർക്ക് ഓൺ ദി സെയിം ആംഗിൾസ് ആർ ഈക്വൽ, അതേപോലെ ആംഗിളിന്റെ സെമി സർക്കിൾ റൈറ്റ് ആംഗിൾ, ഇത്രയും കാര്യങ്ങളാണ് അതിലെ ആദ്യ ഭാഗത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇൻ ദ ഫിഗർ ടു കോഡ്സ് CD ആൻഡ് EF. CDയും EFഉം ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. എവിടെ? അറ്റ് P. EF 18. EF സമം 18 cm. EP is equal to 2 cm. What is the length of PC? PC കാണാം. Sorry, the length of PC is double the length of PD. PC യുടെ ലെങ്ത് PD യുടെ ലെങ്ത്തിന്റെ ഡബിൾ ആണെന്ന് പറഞ്ഞാൽ PD X ആണെങ്കിൽ PC എന്താ വരിക? അതിന്റെ ഡബിൾ ആണെന്ന് പറയും. ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഇരട്ടി എടുക്കുക. സോ PD യുടെ ലെങ്ത്തിന്റെ ഡബിൾ ആണ് PC യുടെ ലെങ്ത് എന്ന് എഴുതി. അപ്പൊ PC സമം 2PD എന്ന് പറയാം കേട്ടോ. 2PD. PD യുടെ ഡബിൾ ആണ് PC. അത് തന്നിട്ടുണ്ട്. Then what is the length of PF? PF ന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. Then PC into PD സമം PC into PD സമം dash into dash. Then what is the length of CD? 3 ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 3 ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നോക്കാം. EF 18. ഏതാ EF? ഇവിടെ നോട്ട് ഇത് വരുന്ന നീളം 18 ആണ്. അതിൽ EP ഈ ഒരു കഷ്ണം 2 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് 2 ആണെങ്കിൽ, ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ടോട്ടൽ 18 അല്ലേ? 18 2 പോയാൽ ബാക്കി വരുന്നത് വരെ 14 അല്ലേ? 16 2 18 എന്ന് കിട്ടും. അതൊക്കെ. PC എന്ന് പറഞ്ഞാൽ 2PD ആയതുകൊണ്ട് X ആണ്, 2X എന്ന് എഴുതി. വാട്ട് ഈസ് PF? ഒന്നാമത്തെ ചോദ്യം എന്താ? PF എത്രയെന്നാണ് നമുക്ക് കിട്ടിയല്ലോ. 18 - 2 16 എന്ന് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ PC into PD സമം നമ്മൾ പഠിച്ചതാട്ടോ. PC into PD സമം PE into PF. PE into PF. അതായത് ഒരു സർക്കിളിന്റെ ഉള്ളില് 2 കോഡുകൾ എങ്ങനെ ഇന്റർസെക്ട് ചെയ്താലും അതിന്റെ പ്രോഡക്റ്റിലെ കോഡുകളുടെ പ്രോഡക്റ്റ് സെയിം ആയിരിക്കും. PC into PD സമം PE into PF ആയിരിക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ CD കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. CD ലെങ്ത് കാണണം. അപ്പൊ നമുക്ക് X കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടി CD കിട്ടുന്നതിന് മുമ്പ് ആദ്യം നമ്മള് ഇതിൽ വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. PC എത്രയാ? PC 2X ആണ് അല്ലെ? ഇൻറ്റു PD എത്രയാ? X ആണ്.
സമം പി ഇ എത്രയാ 2 ആണ് ഇൻറ്റു പി എഫ് എത്രയാ 16 ആണ്. 2x ഇൻറ്റു എക്സ് 2x സ്ക്വയർ 16 ഇൻറ്റു 2 32 16 2 32 2x സ്ക്വയർ സമം 32 ആണെങ്കിൽ നോക്കൂ 2x സ്ക്വയർ സമം 32 ഇവിടെ എഴുതാവുന്ന കൂടി മാഷി 2x സ്ക്വയർ സമം 32 ആണെങ്കിൽ x സ്ക്വയർ സമം 32 ഡിവൈഡഡ് ബൈ 2 x സ്ക്വയർ സമം 16 x സ്ക്വയർ 16 ആണെങ്കിൽ x ആണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 16? 16ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? വർഗ്ഗമൂലം 4 സെന്റിമീറ്റർ. അപ്പോ എന്ത് കിട്ടി? എക്സിന്റെ ലെങ്ത് 4 എന്ന് കിട്ടി. അപ്പൊ ഇത് 4 ആണെങ്കിൽ ഇത് അതിന്റെ ഡബിൾ ആണ്. 4 ഇൻറ്റു 2 4 2 8 സെന്റിമീറ്റർ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് സി ഡി? സി ഡി എത്രയാണ് നമ്മുടെ ചോദ്യം. സോ സി ഡി ഈസ് ഈക്വൽ ടു ഇവിടുന്ന് ഒരു 8ഉം ഇവിടെ 4ഉം 8 പ്ലസ് 4 ദാറ്റ്സ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സർക്കിളിന്റെ ഉള്ളിൽ രണ്ട് കോഡ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് ടു കോഡ്സ് ആർ ഈക്വൽ. പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അത് എന്ത് പേര് മാറി മാറി വന്നാലും പി സി ഇൻറ്റു പി ഡി സമം പി ഇൻറ്റു പി എഫ് എങ്ങനെ വന്നാലും എഴുതാൻ പറ്റണം. ഇതേപോലെ തന്നെ സർക്കിൾസിൽ വരുന്ന വേറൊരു പ്രൂഫ് ഇതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ? പി എ ഇൻറ്റു പി ബി സമം ശ്രദ്ധിക്കുക. അതായത് ഇവിടെ കോഡ് എവിടെ ഇന്റർസെക്ട് ചെയ്തിങ്ങനെ സർക്കിളിന്റെ ഉള്ളിലാണ് അല്ലെ. ഇവിടെയോ രണ്ട് കോഡ് സർക്കിളിന്റെ പുറമെയാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി രണ്ടും കൂടി എഴുതുന്നത് മാറ്റണ്ട് കേട്ടോ. ഞാൻ ക്വസ്റ്റിൽ എന്തൊക്കെയാ തന്നിരിക്കുന്നത് അറിയോ? പി എ 3 cm. ഈ പി എയുടെ ലെങ്ത് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിന് എ ബി 9 cm. ഈ ലെങ്ത് എ ബി 9 cm. പി സി 4 cm. പി സിയുടെ ലെങ്ത് 4 cm. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് സി ഡി? ഇത് കണ്ടുപിടിക്കണം. അപ്പൊ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പി എ 3 പി ബി ആണ്. അപ്പൊ ഇവിടെ തൊട്ട് ഇത് വല്ല ലെങ്ത് വേണം. അപ്പൊ 3ഉം ഈ 9 കൂടി കൂട്ടുക. 9 3 12 സമം പി സി എത്രയാ? 4 ഇൻറ്റു പി ഡി 12 ഇൻറ്റു 3 36 സമം 4 പി ഡി അല്ലെ. അപ്പൊ പി ഡി ആണെങ്കിൽ 4 ഇങ്ങോട്ട് കൊണ്ടുവരാം. 36/4 എത്രയാ? 36/4 9 4 36. അപ്പൊ പി ഡി സമം എത്ര കിട്ടി? 9. പി ഡി ഇവിടെ തൊട്ട് ഇത് വരെയാണ് 9. അപ്പൊ ഇത് ടോട്ടൽ 9 ആണെങ്കിൽ ഓക്കെ ഇത് 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ബാലൻസിൽ എത്രയായിരിക്കണം? 5 സെന്റിമീറ്റർ. കാരണം പി ഡിയുടെ ലെങ്ത് ആണ് 9 കിട്ടിയത്. അതിൽ ബി സി 4 ആണെങ്കിൽ ബാക്കിയുള്ളത് 5 സെന്റിമീറ്റർ ആയിരിക്കും. സോ നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് സി ഡി ആണ്. സോ സി ഡി സമം 9 - 4 സമം 5 സെന്റിമീറ്റർ. അപ്പൊ ഈ രണ്ടെണ്ണം എന്നാലും ശ്രദ്ധിക്കണം. ഇവിടെ ഉള്ളിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നതെങ്കിൽ പി ഐ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പുറമേക്ക് പോകുമ്പോ ഒന്നുകൂടി മാറ്റുണ്ട്. പി ഐ ഇൻറ്റു പി ബി മൊത്തം എടുക്കുക. പി സി ഇൻറ്റു പി ഡി. ഓക്കെ. അതേപോലെ ചാപ്റ്ററിൽ വേറൊരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ? ചക്രീയ ചതുർഭുജം. എന്താ അതിന്റെ ഒരു പ്രത്യേകത? യെസ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ സപ്ലിമെന്ററി ആയിരിക്കും അല്ലെ. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ 180 ഡിഗ്രി ആയിരിക്കും. ഇത് കോണുകളുടെ തുക 180. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി സമം 180 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി സമം 180. അപ്പൊ എന്താണ് സൈക്ലിക് എന്ന് പറഞ്ഞാൽ? അതാദ്യം പഠിക്കണ്ടേ. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ? ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 4 സൈഡിലൊക്കെ ക്വാഡ്രിലാറ്ററൽസ് ആണ് അല്ലെ. അത് സൈക്ലിക് ആവുമ്പോ അതിന്റെ പ്രത്യേകത ആ 4 വെർട്ടെക്സുകളും എവിടത്തെ പോയിന്റ് ആവണം? സർക്കിളിലെ പോയിന്റ് ആയിരിക്കണം. ഒരു ക്വാഡ്രിലാറ്ററിന്റെ 4 വെർട്ടെക്സ് എവിടെ കിടക്കണം? ഓൺ ദി സർക്കിൾ. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസ് എന്താ ചതുർഭുജങ്ങളെ പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ സപ്ലിമെന്ററി 180. അപ്പൊ ആ കൺസെപ്റ്റ് ഉപയോഗിച്ച് ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ ആംഗിൾസും മാഷ് കണ്ടുപിടിക്കാൻ പോവാണ്. അതേപോലെ തന്നെ വേറെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് ആംഗിൾസിന്റെ സെയിം ആർക്ക്. ഒരേ ആർക്കിലുള്ള ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഇത് 30 ആണെങ്കിൽ ഇതെല്ലാം എന്തായിരിക്കും? 30 30 30. ഒരേ ആർക്കിൽ വരുന്ന എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും. ആ രണ്ട് കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതിലെ ബാക്കി എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാം. അവിടെ നോക്കിക്കോളൂ. അപ്പൊ ഞാനിവിടെ എ ബി എന്ന് പറയുന്നത് ഈ ഒരു ആർക്ക് എടുത്തു.
അതിന്റെ ഓപ്പോസിറ്റ് വലിയൊരു ആർക്ക് ഉണ്ട്, അതിലൊരു ആംഗിൾ ആണ് ADB. ഇത് എത്രയാ? 40 ഡിഗ്രി. അപ്പൊ ഈ ആർക്കിൽ വരുന്ന എയും ബിയും എൻഡ് പോയിന്റ് ആയിട്ട് വരുന്ന ഒരു ആംഗിൾ ആണ് ADB. അതേപോലെ വേറെ ആംഗിൾ കൂടി ഉണ്ടോ നോക്കൂ, ഉണ്ടെങ്കിൽ അത് രണ്ടും സെയിം ആയിരിക്കും. നോക്കി നോക്കൂ, എന്ന് സ്റ്റാർട്ട് ചെയ്തു, ഡിയിൽ ടച്ച് ചെയ്തു, ബിയിൽ അവസാനിച്ചു. എന്ന് സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെ പോയി സിയിൽ ടച്ച് ചെയ്തു, ബിയിൽ അവസാനിച്ചു. അപ്പൊ ദിസ് ആംഗിൾ ഇസ് ആൾസോ 40 ഡിഗ്രി. ക്ലിയർ ആയല്ലോ? ഇനി അതേപോലെ ഈ ആർക്ക് നോക്കി നോക്കൂ, ഈ ആർക്ക് നോക്കി നോക്കൂ. AD എന്നുള്ള ലൈൻ എടുക്കുക, കോഡ് നോക്കാം. ഇവിടെ ഡിന്ന് സ്റ്റാർട്ട് ചെയ്തു, സിയിൽ വന്നു, ഇവിടെ അവസാനിച്ചു. ഇത് എത്രയാ? 50 ഡിഗ്രി. അതേപോലെ ഡിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ വന്നു, ഇവിടെ അവസാനിച്ചു. ദിസ് ആൾസോ 50 ഡിഗ്രി. ക്ലിയർ ആയല്ലോ? ഇനി ഈ ആർക്ക് എടുത്ത് നോക്കുന്നത്, അതായത് BC എടുത്ത് നോക്കൂ. ബിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ വന്നു, ഇവിടെ അവസാനിച്ചു. ഇതറിയോ? ഇല്ല. ബിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ വന്നു, ഇതറിയോ? അതും അറിയില്ല. അപ്പൊ അതെടുത്തിട്ട് കാര്യമില്ല. ഇനി ഇതെടുത്ത് നോക്കുക, ലാസ്റ്റ് നോക്കി നോക്കൂ. ഡിന്ന് തുടങ്ങി എയിലും എത്തി, സിയിൽ അവസാനിച്ചു. 30 ഡിഗ്രി. അതായത് CD എന്ന ലൈനിലെ എൻഡ് പോയിന്റ്സ് ആയിട്ട് വരണം അല്ലെ. ഡിന്ന് തുടങ്ങി വീണ്ടും ഡിയിലെത്തി, ഇവിടെ അവസാനിച്ചു. അപ്പൊ DAC 30 ആണെങ്കിൽ DBC ഇതും എത്ര വരും? 30 ഡിഗ്രി. അങ്ങനെ നമ്മൾ ആദ്യം ആംഗിൾസ് ഓൺ ദി സെയിം ആർക്ക് ആർ ഈക്വൽ, ഒരേ ചാപത്തിലുള്ള കോണുകളെല്ലാം തുല്യമാണ് എന്ന ആശയം ഉപയോഗിച്ച് പറ്റാവുന്നൊക്കെ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഏത് ഉപയോഗിച്ചാൽ മതി? സൈക്ലിക് ക്വാഡ്രാറ്റിന്റെ കൺസെപ്റ്റ്. ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്, 180 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 50 30 80. അപ്പൊ ഇത് മൊത്തം 100 വരണം. അപ്പൊ ഇവിടെ 40 ഉണ്ട്. അപ്പൊ എത്രയാ മതി? 60 60 40 100, 50 30 80, 100 80, 180. ഇവിടെ 50 40 90 ആയി. ഇവിടെ 30, ഇവിടെ 60, 90 90 90 180. എല്ലാ ആംഗിൾസും കിട്ടിയല്ലോ. അപ്പൊ ഇത്തരത്തില് സൈക്ലിക് കോർഡിനേറ്റ് എന്നുള്ള എന്താ പറയുക പ്രോബ്ലംസ് വരും. കൂടാതെ സൈക്ലിക് ആണ് പ്രൂവ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. ഒരു കോർഡിനേറ്ററില് സൈക്ലിക് ആണ് അല്ലെങ്കിൽ അതിന്റെ 4 വെർട്ടെക്സിലൂടെയും സർക്കിൾ പാസ് ചെയ്യും എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ നിങ്ങൾ പ്രൂഫ് എഴുതണ്ടല്ലോ? യെസ്. ഏത് മാത്രം പ്രൂവ് ചെയ്താൽ മതി? അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ 180 ആണ് പ്രൂവ് ചെയ്യുക. ഏതെങ്കിലും ഒരു പെയർ 180 എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി അടുത്തത് 180 ആയിരിക്കും. കാരണം സം ഓഫ് 4 വെർട്ടിസസ് എത്രയാ? 360 ആണ്. ഒരു സം 180 ആയാൽ ഓട്ടോമാറ്റിക്കലി അടുത്തത് 180 ആവും. ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ 180 എന്ന് പ്രൂവ് ചെയ്താൽ ആ കോർഡിനേറ്റർ എന്തായി? ദാറ്റ് ഈസ് സൈക്ലിക് ആയി. അതേപോലെ ഒരുപാട് പ്രൂഫുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊക്കെ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻസ് ആണ് കേട്ടോ. നിർമ്മിതികളാണ് ഈ ചാപ്റ്ററിലെ 2 ഇമ്പോർട്ടന്റ് കൺസ്ട്രക്ഷൻസ് ഉണ്ട്. അതിലൊന്ന് ഇതാണ്, ഡ്രോ എ ട്രയാംഗിൾ ഓഫ് circumradius 3 cm and 2 of the angles 70 and 80 degree. അല്ലെ? circumradius 3 cm ആയിരിക്കണം. അതിനുള്ള ട്രയാംഗിൾ വരയ്ക്കണം. അതിന്റെ ആംഗിൾസ് 70 80 ആയിരിക്കണം. എല്ലാ വർഷവും SSLC എക്സാമിൽ ചോദിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. അതെന്ത് വേണം? സർക്കം റേഡിയസ്. അപ്പൊ സർക്കം റേഡിയസ് നിങ്ങൾ മനസ്സിലാക്കണം. 9ാം ക്ലാസ്സിൽ സർക്കം സർക്കിൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സർക്കിൾ പുറമെ ഉള്ളില് ട്രയാംഗിൾ വരണം. അപ്പൊ സർക്കം റേഡിയസ് 3 സെന്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് 3 സെന്റിമീറ്റർ. അതെല്ലാവർക്കും വരയ്ക്കാമല്ലോ, വളരെ ഈസി ആയിട്ട്. ഇതിന്റെ ഉള്ള ട്രയാംഗിൾ വരയ്ക്കേണ്ടത് ത്രികോണം. അല്ലാതെ ആദ്യം ത്രികോണം വരച്ച് വൃത്തം വരയ്ക്കാൻ വിചാരിക്കരുത്. കാരണം ട്രയാംഗിൾ വരയ്ക്കണമെങ്കിൽ ഇവിടെ ആംഗിൾസ് മാത്രമേ തന്നിട്ടുള്ളൂ. സൈഡ്സ് അറിയോ? ഇല്ല. ട്രയാംഗിൾ വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സൈഡ് ആംഗിൾ തരണം. സൈഡ് തന്നെ നമുക്ക് 2 ആംഗിൾസ് യൂസ് ചെയ്ത് വരയ്ക്കാം അല്ലെ? ഇവിടെ സൈഡ് ലെങ്ത് അറിയില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ട്രയാംഗിൾ എല്ലാം വരയ്ക്കേണ്ടത് സർക്കിൾ ആണ്. ഇനി ഈ ട്രയാംഗിളിൽ ഒരു ആംഗിൾ 70 ഡിഗ്രി, ഒരു ആംഗിൾ 80 ഡിഗ്രി. മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? 180 അല്ലേ? ടോട്ടല് 70 80 150. അടുത്തത് 30 ഡിഗ്രി ആയിരിക്കും. അത് നിങ്ങൾക്ക് വേണേ കണ്ടെത്താവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി മാഷ് പറയുന്ന മെത്തേഡ് എന്താ അറിയോ? ഇതിന്റെ ഡബിൾ എടുക്കുക. 70ന്റെ ഡബിൾ എത്രയാ? 140 ഡിഗ്രി. 80ന്റെ ഡബിൾ എത്രയാ? 160 ഡിഗ്രി. 30ന്റെ ഡബിൾ എത്രയാ? 60 ഡിഗ്രി. ഈ 3 ആംഗിളും നിങ്ങൾ ഈ സർക്കിളിന്റെ ഉള്ളില് പ്രൊട്രാക്ട് യൂസ് ചെയ്ത് മാർക്ക് ചെയ്യാം. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യണു? ഒരു റേഡിയസ് നമുക്ക് അറിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു റേഡിയസ് എവിടെയെങ്കിലും വരച്ചു. എവിടെ വേണമെങ്കിലും വരച്ചോളൂ കേട്ടോ. ഈ പോയിന്റ് ഞാൻ A എന്ന് എഴുതി. ആദ്യം 140 ഡിഗ്രി എടുക്കാൻ പോവാം. അപ്പൊ പ്രൊട്രാക്ട് ഇവിടെ വെച്ചു. കറക്റ്റ് വെച്ചിട്ട് 0 എന്ന് കൗണ്ട് ചെയ്യുക. 140 ഡിഗ്രി എടുത്തു. അപ്പൊ ആദ്യം ഒരു ആംഗിൾ വരച്ചു. 140 140. ഇത് B എന്ന് കൊടുത്തു. അടുത്ത 160 ഉണ്ട്, 60 ഉണ്ട്. ഏത് വേണമെങ്കിലും എടുത്തോളൂ. 160 എടുക്കുകയാണെങ്കിൽ 160 എടുക്കാം.
ഇവിടെ വെച്ചു. ഇവിടെ കൗണ്ട് ചെയ്യുക 0, 10, 30, 40 ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് 160 വരുന്നിടത്ത് അടയാളം കേട്ടോ. ഇത് എത്രയാണ്? 160. ഇനി ബാക്കി ഇത് എത്രയായിരിക്കും? 60. കാരണം മൊത്തം 360 നമുക്കറിയാലോ. 140, 60, 200, 200, 160, 360. ഈ ഓരോ പോയിന്റും ഒന്ന് എ, ഒന്ന് ബി, ഒന്ന് സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് എന്ത് ചെയ്താൽ മതി? നമ്മൾ യോജിപ്പിക്കുക. അതായത് എയും ബിയും യോജിപ്പിച്ചു, ബിയും സിയും യോജിപ്പിക്കുക, എയും സിയും യോജിപ്പിക്കുക. ഇതാണ് നമ്മുടെ ട്രയാങ്കിള്. എങ്ങനെയാണ് ഇതിന്റെ അളവുകള്? 30, 80, 70 കിട്ടാന്ന് പറഞ്ഞു തരട്ടെ. ഇത് 60 സെൻട്രൽ ആംഗിൾ ആണല്ലോ. നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ എത്ര വരും? 30 ഡിഗ്രി വരും അല്ലെ? ഇത് 140 ആണ്. അതിന്റെ നേരെ ഹാഫ് ആണ് ഇവിടെ വരിക. അത് എത്ര വരും? 70. ഇത് 160 ആണ്. അതിന്റെ നേരെ ഹാഫ് ഇവിടെ എഴുതുക. എത്ര കിട്ടും? 80. അപ്പൊ 80, 70, 30 ആയിട്ടുള്ള എത്ര കിട്ടി? ട്രയാങ്കിൾ കിട്ടി. അതിന്റെ സർക്കം റേഡിയസ് എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇതൊരു ഷുവർ കൺസ്ട്രക്ഷൻ ആണ്, നിർമ്മിതിയാണ്. എല്ലാ വർഷവും 3 അല്ലെങ്കിൽ 4 മാർക്കിന് SLC എക്സാമിന് ചോദിക്കുന്നതാണ്. വരച്ച് പഠിക്കുക കേട്ടോ. ഇനി ഒരു കൺസ്ട്രക്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനില് PA സമം 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, PB സമം 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. PC എന്താണെന്നാണ് ചോദ്യം. അതേപോലെ ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞിട്ട് 15 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ? ഒരു സർക്കിളിന്റെ ഉള്ളിൽ രണ്ട് കോഡ്സ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ആ കഷ്ണങ്ങളുടെ പ്രോഡക്റ്റ് സെയിം ആയിരിക്കും നമ്മൾ പഠിച്ചു. അപ്പൊ എങ്ങനെ എഴുതാം? PA ഇൻറ്റു PB സമം ഈക്വൽ ടു PC ഇൻറ്റു PD, PC ഇൻറ്റു PD എന്ന് പറയാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഡയമീറ്റർ ആണ് അല്ലെ? ഡയമീറ്റർ ആണ് AB, വ്യാസമാണ്. അപ്പൊ വ്യാസമാണ്, കൂടാതെ അത് സെന്ററിൽ നിന്നും ഈ കോഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യും, ഡിവൈഡ് ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ PC യും PD യും ഈ PCD PD ലെങ്ത് ഈക്വൽ ആണ്. അപ്പൊ ഇതിനൊന്നുകൂടി മാറ്റിയിട്ട് എന്ത് എഴുതാം? PA ഇൻറ്റു PB സമം PC സ്ക്വയർ എന്ന് പറയും. കാരണം PDക്ക് പകരം എന്തെന്നെ കൊടുക്കാം? നമുക്ക് PC തന്നെ കൊടുക്കാം. PC ഇൻറ്റു PC സ്ക്വയർ. ഇനി എന്താണ് PA ലെങ്ത്? 5. PB ലെങ്ത് എത്രയാ? 3. ദാറ്റ് ഈസ് PC സ്ക്വയർ. PC സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 3 15. സോ വാട്ട് ഈസ് PC സ്ക്വയർ? 15 ആണെങ്കിൽ PC എത്ര വരിക? 15ന് സ്ക്വയർ റൂട്ട് ഉണ്ടോ? ഇല്ല. സോ PC സമം √15. ഈ ലെങ്ത് ആണ് √15. അപ്പൊ ഇതൊന്നും നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് നമുക്ക് എഴുതാം. സപ്പോസ് ദിസ് 6 cm, ദിസ് 3 cm. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PC ചോദിച്ചാൽ 6 × 3 18 ആണ്, √18 ആണ്. അപ്പൊ ഇത് 5, ഇത് 3, 5 3 15, √15. ഇത് 6, ഇത് 3 ആണെങ്കിൽ 6 × 3 18, √18. ഇത് 5ഉം ഇത് 4ഉം ആണെങ്കിലോ PC എന്താ വരിക? √20. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് 5 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞത് അല്ലെ? അപ്പൊ ഒരു സ്ക്വയറിന്റെ ഏരിയ 15 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആവണ്ടേ? ആവണം. ലെങ്ത്തും ബ്രെഡ്ത്തും എങ്ങനെ ഈക്വൽ ആക്കുക? 15നെ പറ്റുമോ? ഇല്ല. അതായത് ഇതെന്താ ശരിക്കും? √15ഉം √15 വരുമ്പോഴാണ് √15 ഇൻറ്റു √15 ആണ് 15. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്ന കൺസ്ട്രക്ഷനെ ഒന്ന് സ്റ്റെപ്പായി നിങ്ങൾ അവിടുന്ന് പറയാൻ വേണ്ടി മാത്രം ഈ പ്രോബ്ലം പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് പരീക്ഷയ്ക്ക് √15 സൈഡിലെ സ്ക്വയർ വരയ്ക്കാനോ അല്ലെങ്കിൽ ഏരിയ 15 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്ലൈ ചെയ്യേണ്ട പ്രിൻസിപ്പിൾ ഇതാണ്. അത് മനസ്സിലാക്കുക. 15 എങ്ങനെ എഴുതണം? രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം അല്ലെ? അപ്പൊ 15 സമം എത്ര എഴുതി? 5 × 3. അതാണ് 15. നിങ്ങളിവിടെ വരച്ച വരയുടെ ലെങ്ത് എത്രയാ നോക്കൂ? 5ഉം 3ഉം 15 ആണോ? അല്ല. 5 + 3 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ 5 + 3 = 8 സെന്റിമീറ്റർ ലെങ്ത്തിലാണ് ഏത് വരയ്ക്കേണ്ടത്? AB. അപ്പൊ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് 8 സെന്റിമീറ്റർ നീളത്തിൽ AB വരയ്ക്കുകയാണ് കേട്ടോ. AB എത്ര സെന്റിമീറ്റർ ആണ്? 8 സെന്റിമീറ്റർ. ഇതൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ P എന്നുള്ള പോയിന്റ് എവിടെയാ? 5 കഴിഞ്ഞ് ഒരു 3 സെന്റിമീറ്റർ വരുമ്പോ അല്ലെ? ഇത് 5 സെന്റിമീറ്ററും ഇവിടെ നിങ്ങളുടെ എത്രയാ? 3 സെന്റിമീറ്ററും ആണ് നമ്മളുടെ ഏത് പോയിന്റ്? P. പോയിന്റ് A, ഇത് P. ഈ പോയിന്റ് ഏതാണ്? P. അപ്പൊ നോക്കൂ, PA × PB സമം നമ്മൾ ഈ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. PA × PB ടോട്ടൽ 5 + 3 8 സെന്റിമീറ്റർ ഒക്കെ വരച്ചു. ഇനി നമുക്ക് എന്ത് വേണം? അവിടെ ഒരു സർക്കിൾ വേണം, അല്ലെങ്കിൽ ഒരു സെമി സർക്കിൾ മതി. താഴേക്കുള്ള വേണമെന്നില്ല, കാരണം ഈ രണ്ട് ലെങ്ത് ഈക്വൽ ആയതുകൊണ്ട് ഒരു
സെമി സർക്കിൾ വേണം. സെമി സർക്കിൾ വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? സെന്റർ, കേന്ദ്രം വേണം അല്ലെ. കേന്ദ്രം എങ്ങനെ കണ്ടുപിടിക്കുക? മൊത്തം 5 3 8 ആയതുകൊണ്ട് 8ന്റെ നടുവ് 4 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കാം. അല്ലെങ്കിൽ നമ്മള് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കാം അല്ലെ. മോർ ദാൻ ഹാഫ് എടുത്തു, മുകളിലും താഴെ എന്ത് വരച്ചാൽ മതി? ആർക്ക് വരയ്ക്കുന്നു. അതെന്ത് ചെയ്യാ? ജോയിൻ ചെയ്ത് അല്ലെ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടും? മിഡ് പോയിന്റ് ഓ കിട്ടും, സെന്റർ. എല്ലാം എനിക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. കാരണം മൊത്തം 5 3 8 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ നടുവ് എത്ര വരിക? 4 സെന്റിമീറ്റർ അളവ് കോമ്പസിൽ എടുത്തിട്ട് കൃത്യമായി നിങ്ങളോട് വെച്ചിട്ട് എന്ത് വരച്ചാൽ മതി? ഒരു സെമി സർക്കിൾ വരച്ചാൽ മതി. അല്ലെങ്കിൽ മാഷ് വരച്ചതുപോലെ ഇതുപോലെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ പി യിൽ നിന്നും വെറുതെ മോളിക്കിന്റെ വരച്ചല്ല, 90 ആയിട്ട് വരയ്ക്കാം. 90 ഡിഗ്രി എടുക്കണം. പ്രൊട്രാക്ടർ പി യിൽ വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ടോ പുറത്തേക്ക് വേണ്ട, നമുക്ക് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന വരെ ആവശ്യമുള്ളൂ. കണ്ടോ, പി സി, ഇതാണ് പി സി. ഈ പി സിയുടെ ലെങ്ത് 5ഉം 3ഉം ആണെങ്കിൽ എത്ര വരും? √15. ഇനി ഇവിടെ എന്താക്കി മാറ്റുക? ഒരു സ്ക്വയർ ആക്കുക. നീളം വീതി എത്രയാണ്? √15 അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ √15 സ്കെയിലായിട്ടൊന്നും നടക്കാൻ പറ്റില്ല. അപ്പൊ കോമ്പസിൽ കറക്റ്റ് √15 എടുത്തിട്ട് ഈ അളവ് എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു വെക്കുക, ഇവിടെ ഒരു ആർക്ക് വരച്ചു വെക്കുക. ഈ ബേസ് ലൈൻ എന്ത് ചെയ്യാ? നിങ്ങൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? എന്നിട്ടോ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇത് വീണ്ടും കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ എല്ലാ ലെങ്ത്തും √15 ആയി. എന്ത് ചെയ്താൽ മതി? സ്കെയിൽ വെച്ചിട്ട് തന്നെ നീട്ടണം കേട്ടോ. പക്ഷെ എളുപ്പത്തിൽ ചെയ്താണ്. ഇതിങ്ങോട്ട് യോജിപ്പിക്കുക, നിങ്ങോട്ട് യോജിപ്പിക്കുക. അപ്പൊ ഈ സ്ക്വയറിന്റെ ഏരിയ എത്ര കിട്ടുക? √15 വരുമ്പോ 15 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇവിടെ നോക്കൂ, 15 ആയതുകൊണ്ടാണ് 5 3 എടുത്തത് അല്ലെ. നിങ്ങളോട് 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരയ്ക്കാൻ പറഞ്ഞത് എന്ന് വിചാരിക്കാം. അപ്പൊ എന്താ എടുക്കുക? 12നെ അല്ലെങ്കിൽ 4 × 3 12 എന്ന് എഴുതാം, അല്ലെങ്കിൽ 6 × 2 12 എന്ന് എഴുതാം അല്ലെ. അപ്പൊ 4 3 എടുക്കണമെങ്കിൽ 4 3 7 സെന്റിമീറ്റർ വരയ്ക്കണം. അപ്പൊ 6 2 കുട്ടി എടുക്കണമെങ്കിൽ 6 + 2 8 സെന്റിമീറ്റർ വരയ്ക്കണം. അപ്പൊ ഏറ്റവും എളുപ്പം തന്നുള്ളതിനെ നമ്മളിങ്ങനെ മൾട്ടിപ്ലാക്കി എഴുതിയിട്ട് ആ ലെങ്ത് പ്ലസ് ചെയ്തിട്ടുള്ള ലൈൻ വരയ്ക്കുക. അപ്പൊ ഇത് ഡയറക്റ്റ് ചിലപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് കൺസ്ട്രക്ഷൻ ആണ് ചോദിക്കുക. എന്താണെങ്കിലും ഇതാണ് അതിന്റെ മെത്തേഡ്. അപ്പൊ ഈ ലാസ്റ്റ് ഇത് നമുക്ക് SLC എക്സാം 5 മാർക്കിന് SLC കുട്ടികൾക്ക് എല്ലാ വർഷവും ചോദിക്കണതാണ്. അതുകൊണ്ട് ഇത് എന്തായാലും പഠിച്ചോളൂ. എന്താണ് ഇവിടെ വരച്ചത്? ഈക്വൽ ഏരിയയുള്ള ഒരു സ്ക്വയർ ആണ് കൺസ്ട്രക്ട് ചെയ്തത് അല്ലെ. അതുകൊണ്ട് ഇത് നന്നായിട്ട് വരച്ച് പഠിക്കണം കേട്ടോ. തൽക്കാലം ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് വരച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.